Begolini striated glass test. A subjective clinical test to detect the presence or extent of binocular function. Binocular function examine ചെയ്യാനുള്ള ഒരു സബ്ജക്റ്റീവ് ക്ലിനിക്കൽ ടെസ്റ്റ് ആണ് Begolini striated glass test. It consists of a plano lenses of no power with narrow fine striations across one meridian which convert a point source of light into line. സിമിലർ ടു മെഡോക്സ് റോഡ്, ഒരു പോയിന്റ് ഓഫ് ലൈറ്റിനെ സ്ട്രീക്കിലേക്ക് കൺവേർട്ട് ചെയ്യുകയും വൺ മെറീഡിയനിൽ ഫൈൻ സ്ട്രിയേഷൻസുകൾ പ്രസന്റ് ആയിട്ടുള്ള പവർ ഒന്നും തന്നെ ഇല്ലാത്ത പ്ലാനോ ലെൻസസുകളാണ് Begolini striated glasses. Thus two lenses are visually placed at 45 degree left eye and 135 degree right eye in front of each eye over refractive correction if any and the patient fixate at a small light source. രണ്ട് ലെൻസസുകളാണ് നമ്മൾ ഈ ഒരു ടെസ്റ്റിൽ യൂസ് ചെയ്യുന്നത്. ഇതൊരു ബൈനോക്കുലർ ടെസ്റ്റ് ആണ്. പേഷ്യന്റിന് ഫുൾ റിഫ്രാക്റ്റീവ് കറക്ഷൻ കൊടുക്കുക. 45 ഡിഗ്രിയിലെ ലെഫ്റ്റ് ഐയിലും 135 ഡിഗ്രിയിലെ റൈറ്റ് ഐയിലുമാണ് നമ്മൾ ഈ ലെൻസസ് പ്ലേസ് ചെയ്യുന്നുണ്ടായിരിക്കുക. പേഷ്യന്റിന്റെ ടാർഗറ്റ് എന്ന് പറയുന്നത് ഒരു ലൈറ്റ് സോഴ്സ് ആയിരിക്കും. ഈച്ച് ഐ പെർസീവ് ആൻ ഒബ്ലിക്യൂ ലൈൻ ഓഫ് ലൈറ്റ്. ഒരു പോയിന്റ് ഓഫ് ലൈറ്റും ആൻഡ് രണ്ട് ഒബ്ലിക്യൂ ലൈൻസ് ആയിരിക്കും പേഷ്യന്റിന് കാണാനായിട്ട് സാധിക്കും. റൈറ്റ് ഐയിൽ 135 ഡിഗ്രി, ലെഫ്റ്റ് ഐയിൽ 45 ഡിഗ്രി ഒബ്ലിക്ലി ആയിരിക്കും ലെൻസ് പ്ലേസ് ചെയ്യുന്നുണ്ടായിരിക്കുക. പേഷ്യന്റ് ടാർഗറ്റ് ആയിട്ടുള്ള ലൈറ്റിലേക്ക് ഫിക്സേറ്റ് ചെയ്യുമ്പോൾ ആ ഒരു പോയിന്റ് ഓഫ് ലൈറ്റിനെ സ്ട്രീക്കാക്കി കൺവേർട്ട് ചെയ്യാണ് ഈ ലെൻസസ് ചെയ്യുന്നത്. ഈ രണ്ട് ലെൻസസുകളും പ്ലേസ് ചെയ്തിരിക്കുന്ന ആക്സിസിന് പെർപെൻഡിക്കുലർ ആയിട്ടായിരിക്കും ഈ രണ്ട് സ്ട്രീക്കുകളും ഫോം ചെയ്യുന്നുണ്ടായിരിക്കും. ഇന്റർപ്രിട്ടേഷൻ. If the two streaks intersect at their center in the form of an oblique cross, then the patient has BSV. ഒരു പോയിന്റ് ഓഫ് ലൈറ്റും ആൻഡ് ഒബ്ലിക്യൂ ലൈൻസ് ക്രോസ് ചെയ്തിട്ടുമാണ് കാണുന്നതെങ്കിൽ പേഷ്യന്റിന് BSV പ്രസന്റ് ആണ് ആൻഡ് പേഷ്യന്റ് നോർമൽ ആണ്. If only one streak is seen, then the patient has suppression. പേഷ്യന്റിന് ഒരു പോയിന്റ് ഓഫ് ലൈറ്റും ആൻഡ് ഒരു സ്ട്രീക്കും ആണ് കാണാൻ പറ്റുന്നതെങ്കിൽ പേഷ്യന്റിന് സപ്രഷൻ പ്രസന്റ് ആണ്. റൈറ്റ് ഐ സപ്രഷൻ ആണെന്നുണ്ടെങ്കിൽ ലെഫ്റ്റ് ഐയിൽ ഫോം ചെയ്യുന്ന ഒരു ലെഫ്റ്റ് സ്ട്രീക്ക് മാത്രമായിരിക്കും കാണാനായിട്ട് സാധിക്കുക. ലെഫ്റ്റ് സപ്രഷൻ ആണെന്നുണ്ടെങ്കിൽ റൈറ്റ് ഐയിൽ ഫോം ചെയ്യുന്ന ഒരു സ്ട്രീക്ക് മാത്രമായിരിക്കും പേഷ്യന്റിന് കാണുന്നുണ്ടായിരിക്കും. ഇഫ് എ സ്മോൾ ഗ്യാപ്പ് ഈസ് സീൻ ഇൻ വൺ ഓഫ് ദി സ്ട്രീക്ക് ദെൻ ദി പേഷ്യന്റ് ഹാസ് സെൻട്രൽ സ്കോട്ടോമ. രണ്ട് സ്ട്രീക്കുകളും ക്രോസ് ചെയ്തിട്ടുണ്ടായിരിക്കും, പക്ഷേ ഏതെങ്കിലും ഒരു സ്ട്രീക്കിന്റെ സെന്ററിലായിട്ട് ഗ്യാപ്പ് ഉണ്ട് എന്നാണെങ്കിൽ പേഷ്യന്റിന് അവിടെ സെൻട്രൽ സ്കോട്ടോമ ഉണ്ടെന്നാണ് അർത്ഥം. റൈറ്റ് സ്കോട്ടോമ ആണെന്നുണ്ടെങ്കിൽ റൈറ്റ് സ്ട്രീക്കിലായിരിക്കും ഗ്യാപ്പ് കാണുന്നത്. ലെഫ്റ്റ് സ്കോട്ടോമ ആണെങ്കിൽ ലെഫ്റ്റ് സ്ട്രീക്കിലായിരിക്കും ഗ്യാപ്പ് കാണുന്നുണ്ടായിരിക്കുക. സ്ട്രാബിസ്മസ്. ഡീവിയേഷൻ പ്രസന്റ് ആണെങ്കിൽ രണ്ട് സ്ട്രീക്കുകളും ക്രോസ് ചെയ്തിട്ടുണ്ടായിരിക്കും, ബട്ട് അവിടെ രണ്ട് പോയിന്റ് ഓഫ് ലൈറ്റ് പ്രസന്റ് ആയിരിക്കും. പേഷ്യന്റിന് പ്രസന്റ് ആയിട്ടുള്ള ടൈപ്പ് ഓഫ് ഡീവിയേഷന്റെ ബേസിസിലാണ് ഈ ഒരു രണ്ട് പോയിന്റ് ഓഫ് ലൈറ്റിന്റെയും പൊസിഷൻസ് വരുന്നത്. ഈ രണ്ട് പോയിന്റ് ഓഫ് ലൈറ്റും ഡൗൺവേർഡ് ആയിട്ടാണ് കാണുന്നതെങ്കിൽ എക്സോ ഡീവിയേഷനും, ഈ രണ്ട് പോയിന്റ് ലൈറ്റ് അപ്വേർഡ് ആയിട്ടാണ് കാണുന്നതെങ്കിൽ ഈസോ ഡീവിയേഷൻ ആയിരിക്കും പേഷ്യന്റിന് പ്രസന്റ് ആയിരിക്കുക. രണ്ട് സ്ട്രീക്കുകളും ക്രോസ് ചെയ്തതിന് ശേഷമാണ് പോയിന്റ് ഓഫ് ലൈറ്റ് ഫോം ചെയ്തത് എന്നാണെങ്കിൽ പേഷ്യന്റ് അവിടെ ക്രോസ്ഡ് ഡിപ്ലോപ്പിയാണ്. സോ പേഷ്യന്റിന് എക്സോ ഡീവിയേഷൻ ആയിരിക്കും. പോയിന്റ് ഓഫ് ലൈറ്റ്സ് ഫോം ചെയ്തതിന് ശേഷമാണ് സ്ട്രീക്കുകൾ ക്രോസ് ചെയ്യുന്നത് എന്നാണെന്നുണ്ടെങ്കിൽ പേഷ്യന്റ് അവിടെ അൺക്രോസ്ഡ് ഡിപ്ലോപ്പിയാണ് അഥവാ ഈസോ ഡീവിയേഷൻ.